കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സിന് മുൻപിൽ ഇപ്പോൾ സമരസമിതിയും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാവുകയാണ്. പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ മേഖലയ്ക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സമരം നടക്കുന്നത്. ഇതാണിപ്പോൾ സംഘർഷത്തിലേക്കും വാക്കേറ്റത്തിലേക്കും കലാശിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ മേഘ്ന മുരളി കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. മേഘ്ന, ഈ സ്വകാര്യ കമ്പനി വക്താക്കൾ എത്തിയിട്ടുണ്ടോ? അതാണോ ഇപ്പോൾ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത്? ഭദ്ര സ്വകാര്യ കമ്പനിയായിട്ടുള്ള ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡ് പൊതുമേഖലാ സ്ഥാപനം ഏറ്റെടുത്ത സ്വകാര്യ കമ്പനി അധികൃതർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷേ അതിന് മുന്നോടിയായി പോലീസിന് ഒരു സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. കാരണം ഹൈക്കോടതി ഉത്തരവ് ഇതിൽ വരുന്ന സ്വകാര്യ കമ്പനി അധികൃതർക്ക് സിഇഒ അടക്കമുള്ളവർക്ക് സുരക്ഷ ഒരുക്കണമെന്നുള്ള ഒരു ഹൈക്കോടതി ഉത്തരവുണ്ട്. അത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പാലിക്കേണ്ടതുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് ഈ പ്രവർത്തകരെ പ്രതിഷേധം നടത്തുന്ന സംയുക്ത സമരസമിതിയും പ്രദേശവാസികളും അടക്കമുള്ള പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള അവരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്നാൽ ഏത് വിധേനയും ഈ സമരക്കാർ അതിന് അനുനയ നീക്കത്തിന് തയ്യാറല്ല. അവർ പറയുന്നത് ഇത് സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി സ്വകാര്യ കമ്പനിയുടെ ചൂഷണത്തിന് സമ്മതിക്കില്ല, ഇത് പൊതുമേഖലാ സ്ഥാപനമായി തന്നെ തുടരണം എന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാരുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ ഉന്തും തള്ളും ഉണ്ടാകുന്നു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ഈ സ്റ്റീൽ കോംപ്ലക്സിന് മുന്നിൽ നിന്ന് നീക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അതിന് സമരക്കാർ തയ്യാറാവുന്നില്ല. അവർ ഒറ്റക്കെട്ടായി ഒട്ടനവധി ആൾക്കാർ ഇവിടെ, അതിൽ തൊഴിലാളികളുണ്ട്, ഈ സ്റ്റീൽ കോംപ്ലക്സിൽ തന്നെ പണിയെടുക്കുന്ന തൊഴിലാളികളുണ്ട്, നാട്ടുകാരുണ്ട്, പല തൊഴിലാളി സംഘടനകളുടെ നേതാക്കളുണ്ട്. അങ്ങനെ ഇവർ എല്ലാം ഒന്നിച്ച് ഐക്യകണ്ഠേന സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പോലീസിനെ ചെറുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവർ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് മാറാൻ തയ്യാറല്ല. ഇതിൽ പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത് ഈ പൊതുമേഖലാ സ്ഥാപനത്തെ അത് ഒരിക്കലും ഒരു സ്വകാര്യ കമ്പനിയിലേക്ക് മാറ്റാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ്. അതിൽ ഇവർ ഉറച്ചു നിൽക്കുന്നു. ഇവരുടെ നിലപാട് ശക്തമാണ്. മാത്രമല്ല അല്പസമയത്തിനകം തന്നെ ഈ ഒരു സ്റ്റീൽ കോംപ്ലക്സ് ഏറ്റെടുത്തിട്ടുള്ള സ്വകാര്യ കമ്പനി ഛത്തീസ്ഗഡ് ഔട്ട്സോഴ്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അധികൃതർ സിഇഒ അനീഷ് അഗർവാൾ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തും. അതിന് മുന്നോടിയായി ഈ പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് മാറിയാൽ മാത്രമേ ഇവർക്ക് അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് ഇവർ തയ്യാറായിട്ടില്ല. ഈ സ്വകാര്യ കമ്പനി ഇവിടേക്ക് എത്തുന്നതിന്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു സ്വകാര്യ കമ്പനി ഈ സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡ്
ലിമിറ്റഡിന്റെ സ്വത്ത് വിവരങ്ങളടക്കം ഒരു കണക്കെടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന് അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനെ പൊതുമേഖലാ സ്ഥാപനമായി തന്നെ ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡിനെ നിലനിർത്തണം എന്നുകൂടി ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഇവർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതാക്കൾ, സാധാരണ പ്രവർത്തകർ, അങ്ങനെ നിരവധി പേർ ഇവിടെ മുദ്രാവാക്യം വിളിച്ച് അണിനിരന്നിരിക്കുകയാണ്. പോലീസിന് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി ഇവർ തയ്യാറായിട്ടില്ല. അല്പം മുന്നേ വരെ ഈ ഒരു പോലീസുമായിട്ട് ഉന്തും തള്ളും ഏറ്റുമുട്ടലും ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊരു സംഘർഷ സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു ഏത് വിധേനയും ഈ ഒരു സ്വകാര്യ കമ്പനി അധികൃതരെ ഇവിടത്തേക്ക് കയറ്റിവിടില്ല. അവരുടെ ജീവനും സമ്പത്തുമാണ് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന് പറയുന്നത്. അതിൽ നിരവധി തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. നിരവധി തൊഴിലാളികൾക്ക് അന്നം കൊടുക്കുന്ന സ്ഥാപനമാണ് ഈ ഒരു ചെറുവണ്ണൂർ സ്റ്റീൽ കോംപ്ലക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പൊതുമേഖലാ സ്ഥാപനത്തെ ഒരു സ്വകാര്യ കമ്പനിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ചൂഷണത്തിന് നിൽക്കാൻ തയ്യാറാകില്ല എന്നതാണ് ഈ തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ഇവർ ഇവിടെ സംഘടിച്ച് മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസിന് അവരെ മാറ്റാൻ, അതായത് അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു നേരത്തെ തന്നെ CA അടക്കമുള്ളവർ വന്ന് ഒരു ചർച്ച നടത്തിയിരുന്നു. അതിൽ CA അടക്കം വിശദീകരിക്കുന്നത് അവർക്ക് ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കണം എന്നുള്ളതാണ്. അങ്ങനെ സമരക്കാരുമായി ചർച്ച ചെയ്യുകയും ഒരു ചർച്ചക്ക് തയ്യാറാകുമോ എന്നുള്ളത് ചോദിക്കുകയും ചെയ്തു. എന്നാൽ ചർച്ചയ്ക്ക് അവർ തയ്യാറല്ല. ഇവിടെ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവരെ ഈ സ്വകാര്യ കമ്പനി അധികൃതരെ ഇങ്ങോട്ടേക്ക് ഈ ഒരു സ്റ്റീൽ കോംപ്ലക്സിനകത്തേക്ക് കയറ്റില്ല എന്നുള്ളതാണ്. അതുവരെ ഇവിടെ സമരം ചെയ്യും എന്ന് ഇവർ വ്യക്തമാക്കുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, അതായത് 2013 ഒരു കാനറ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നു. ആ വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടുകൂടിയാണ് നാഷണൽ കമ്പനി ട്രൈബ്യൂണൽ ഈ ഒരു സ്വകാര്യ ഛത്തീസ്ഗഡ് ലിമിറ്റഡിന് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനം കൈമാറിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് വന്നത്. 2 മാസമായി ഈ വിധി വന്നിട്ട്. ഈ 2 മാസക്കാലമായി ഈ സമരക്കാരുടെ പ്രതിഷേധത്തിലുണ്ട്. അങ്ങനെ ഒരു സ്വകാര്യ കമ്പനിയുടെ അധികൃതർ കൂടി ഇവിടേക്ക് എത്തുന്നു എന്നറിഞ്ഞതോടുകൂടിയാണ് ഈ ഒരു പ്രത്യക്ഷ സമരം ശക്തമായത്. എന്തായാലും ഇവിടെ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുകയാണ്. തീർച്ചയായും കോഴിക്കോട് സ്റ്റീൽ കോംപ്ലക്സിന് മുമ്പിലാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ സമരസമിതി പ്രവർത്തകരും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നത്. ഇതുവരെ സ്വകാര്യ ഗ്രൂപ്പ് വക്താക്കൾ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അവർ എത്തിയാൽ പോലും പ്രതിഷേധം കടുപ്പിക്കും, അവരെ അകത്തേക്ക് കയറ്റില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ആ പ്രതിഷേധക്കാർ. അതേസമയം പോലീസിനെ സംബന്ധിച്ചിടത്തോളം കോടതി നടപടികൾ പാലിക്കുക എന്നുള്ളതാണ് കോടതി നൽകിയിട്ടുള്ള ആ ഒരു തീരുമാനം, അത് പാലിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് പോലീസും അറിയിക്കുന്നുണ്ട്. ഒരു സമവായ ചർച്ച ഇപ്പോൾ പരാജയപ്പെട്ട നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. തെറ്റുതിരുത്തലിന് മാർഗരേഖ തയ്യാറാക്കാൻ CPM കേന്ദ്ര കമ്മിറ്റി. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ള അഭിപ്രായം